ഹായ്, ഞാൻ ബ്ലൂഡോൾ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഒരു പെൻഡൻറ്റ് പരിചയപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ ചുട്ടി പരിചയപ്പെടുത്തുകയാണ്. നേപ്പാൾ ലുക്കുള്ള പെൻഡൻ്റാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അപ്പോൾ അത് വെച്ചൊരു ചെറിയ മാലയും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ചില നേപ്പാൾ പെൻഡൻസ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാൻ നോക്കി അതിൽ കുറേ കളേഴ്സ് ഉണ്ട്. 2-3 കളേഴ്സൊക്കെ ഉള്ള ഷെയ്ഡിലുള്ള പെൻഡൻ്റാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ നേപ്പാൾ പെൻഡൻറ്റിൽ ജർമ്മൻ സിൽവർ മെറ്റലിലാണ് അത് ചെയ്തിരിക്കുന്നത്, ഈ പെൻഡൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് കളേഴ്സ് ഇതിലുണ്ട്. പിന്നെ കുറേ ആർട്ട് വർക്കുകൾ നിങ്ങൾക്ക് കാണാം, കുറേ ചിത്രപ്പണികളൊക്കെ അതിൽ ചെയ്തിട്ടുണ്ട്. നോക്കിയേ, കണ്ടോ? ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ്, കണ്ടോ? ഇനാമൽ വർക്കിനോടൊപ്പം തന്നെ കുറച്ച് മുത്തുകളൊക്കെ അവർ ഈ പെൻഡൻറ്റിനുള്ളിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കത് കാണാം. അപ്പോൾ ഞാനിന്ന് ഈ മാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ മേക്കിംഗ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള നേപ്പാൾ പെൻഡൻ്റാണ്, ചിത്രപ്പണികളൊക്കെ ഉള്ള പെൻഡൻറ്റ്. അപ്പോൾ ഞാനിതിനൊരു മാലയാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇച്ചിരി കനത്തിലുള്ളൊരു ത്രെഡാണ് ഞാനിവിടെ ഈ പെൻഡൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു പെൻഡൻ്റാണ്, നമ്മൾ വേറെ വർക്കൊന്നും ചെയ്യുന്നില്ല. ഇതിലെ ഈ പെൻഡൻറ്റിലൂടെ ഞാൻ ഈ ത്രെഡ് കയറ്റിയെടുത്തു, കണ്ടോ? ഇനി ഇതിൻ്റെ 2 സൈഡിലും ഞാൻ 2 കെട്ടുകൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. സിമ്പിളായിട്ടുള്ളൊരു കെട്ട് ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ സാധാരണ വലിച്ചു കെട്ടുന്ന പോലെ ഇതുപോലെ അങ്ങ് കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ 2 സൈഡിലും കെട്ടിട്ട് കഴിഞ്ഞു. ഇനി ഞാനിതിലേക്ക് മുത്ത് കോർക്കാൻ പോവുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാറ്റ് ഫിനിഷ് ചെയ്ത സ്ക്വയർ ഷേപ്പിലുള്ള മുത്തുകളാണ്. ഇച്ചിരി വെയിറ്റുള്ള മുത്തുകളാണ് ഈ ടൈപ്പ് മുത്തുകൾ, കണ്ടോ? ഞാൻ എങ്ങനെയാണ് കോർത്തെടുത്തിരിക്കുന്നത്. ഞാനിനി അതുപോലത്തെ 2 കെട്ടുകൾ കൂടി ഇടാൻ പോവാണ്. എന്നിട്ട് അതുപോലെ മുത്ത് കോർക്കാൻ പോവാണ്. മുത്ത് കോർത്ത് കഴിയുമ്പോൾ ദാ ഇങ്ങനെ ഇരിക്കും കാണാനായിട്ട്, കണ്ടോ? ഇനി ഇതിൽ ഹൂക്കൊന്നും പിടിപ്പിക്കാതെ എങ്ങനെയാണ് കെട്ടിട്ട് കൊടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിലൊരു സ്ലൈഡിങ് നോട്ടാണ് ഞാൻ ചെയ്യുന്നത്, അപ്പം ശ്രദ്ധിച്ച് നോക്കുക. നൂലിൻ്റെ 2 അറ്റവും പിടിച്ചിട്ട് നമ്മൾ കെട്ടിട്ട് കൊടുക്കുന്ന രീതിയാണ് ഈ സ്ലൈഡിങ് നോട്ട്. അപ്പം നമുക്ക് വേണ്ട ലെങ്ത് അനുസരിച്ച് അല്ലെങ്കിൽ നീളം അനുസരിച്ച് നമുക്ക് ഈ സ്ലൈഡിങ് നോട്ട് വഴി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും. 2 സൈഡിലെ നൂല് പിടിച്ച് വലിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നെക്ലസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റും. ഒരു സൈഡിൽ ഇട്ട പോലെ തന്നെ മറ്റേ സൈഡിലും നോട്ട് ഇട്ട് കൊടുക്കുക. ഈ 2 സൈഡിലും ത്രെഡ് പിടിച്ച് വലിക്കുമ്പോൾ ഈ നെക്ലസ് വലുതാക്കാനും ചെറുതാക്കാനും നമുക്ക് പറ്റും. അപ്പോൾ ഇതിൻ്റെ ലെന്ത് കൂട്ടാനും കുറയ്ക്കാനുമായിട്ട് ഇതിൻ്റെ 2 സൈഡിൽ ഞാൻ പിടിച്ചിരിക്കുന്ന പോലെ ഒന്ന് വലിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ലെന്ത് കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് പറ്റും, കണ്ടോ? അപ്പോൾ നമ്മുടെ നേപ്പാൾ പെൻഡൻറ്റ് നെക്ലസ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിത് സാരിയോടൊപ്പമോ ചുരിദാറിനോടൊപ്പമോ ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാം. ഒരു വെറൈറ്റി ലുക്കായിരിക്കും, അതുപോലെ തന്നെ യുണീക്കും ആയിരിക്കും. വേറെ ആരുടെയും കയ്യിൽ ഇല്ലാത്തൊരു സ്റ്റൈൽ നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ്. ബൈ ബൈ.